ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് രാവിലെ എണീറ്റപ്പോൾ നല്ല മഴയാണ് കേട്ടോ പുറത്ത്. നമ്മുടെ തുലാവർഷം ഇങ്ങ് എത്തിയത് കൊണ്ട് തന്നെ ഇപ്പം എന്നും രാവിലെയും ഉച്ചയ്ക്ക് ശേഷവും നല്ല മഴ പെയ്യാറുണ്ട്. ഇവിടെയും മഴയാണ്. അങ്ങനെ രാവിലെ എണീറ്റുടൻ ഫ്രഷ് ആയിട്ടൊക്കെ വന്ന് മഴയൊക്കെ കണ്ട് ഒരു കട്ടനൊക്കെ ആയിട്ട് കുറേ നേരം ജനലിലിരുന്നു. പക്ഷേ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ കാര്യങ്ങൾ നടക്കില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോൾ എനിക്കൊരു സ്റ്റഡി വ്ലോഗ് ചെയ്യാമെന്ന് തോന്നി. അതിനുള്ള ഒരു റീസൺ എന്ന് പറയുന്നത് നമ്മുടെ സീരീസിൻ്റെ 12th ഡേ ആയിരുന്നു ഇന്നലെ. പക്ഷേ എനിക്ക് ഇന്നലെ ഒന്നും പഠിക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇന്ന് എന്തായാലും കുറച്ചധികം പഠിക്കുന്ന ഒരു ലോങ് വീഡിയോ ആയിട്ട് തന്നെ എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പം അങ്ങനെ മഴയൊക്കെ ആസ്വദിച്ചിരുന്ന് കുറേ നേരം കണ്ടു. രാവിലത്തെ ഒരു മടിയൊക്കെ മാറ്റാൻ വേണ്ടിയിട്ടേ ആ മഴയൊക്കെ കണ്ട ശേഷം പിന്നീടാണ് പഠിക്കാൻ വേണ്ടിയിട്ടിരുന്നത് കേട്ടോ. മഴയത്ത് നല്ല തണുപ്പത്ത് പുതച്ച് മൂടി കിടന്ന് ഉറങ്ങണമെന്നൊക്കെ എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ എന്ത് ചെയ്യാം, നമുക്കത് പോസിബിൾ അല്ലല്ലോ. നമുക്ക് പഠിക്കണ്ടേ. സോ ഞാൻ പഠിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കാൻ തീരുമാനിച്ചു. മഴ കണ്ട് കണ്ട് അങ്ങ് തീരുമാനിച്ചു എന്നൊക്കെ പറയില്ലേ, തീരുമാനിച്ചു. പഠിക്കാൻ വേണ്ടി എടുത്തിട്ട് ഒരു 12 അവേഴ്സൊക്കെ ഞാൻ ടൈമർ വെച്ചു. വെറുതെയാണ് 12 അവേഴ്സൊക്കെ വയ്ക്കുന്നത്. ഒരു ടു ഡു ഒക്കെ എഴുതിയിട്ട് 12 അവേഴ്സ് ടൈമർ വെച്ചു. 12 അവേഴ്സ് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം എനിക്ക് ടൈം കുറച്ച് വെച്ച് കഴിഞ്ഞാൽ പഠിക്കാൻ ഒരു മടി. അപ്പോൾ കൂടുതൽ വയ്ക്കുമ്പോഴത്തേക്കും അത്രയും എത്താനുണ്ടല്ലോ എന്നുള്ളൊരിതിൽ അങ്ങ് പഠിക്കും എന്നൊരു തോന്നൽ. അപ്പോൾ ആ രീതിക്ക് 12 അവേഴ്സ് ടൈമർ വെച്ചു. അപ്പോൾ ഇന്നെനിക്ക് 1 മണിക്കൂർ പഠിച്ചാലും 2 മണിക്കൂർ പഠിച്ചാലും ഇപ്പം ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ് കേട്ടോ. ഇപ്പോൾ അത്രയും പഠിച്ചില്ല എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ഒരു സങ്കടം മുമ്പ് തോന്നുന്ന പോലെ തോന്നില്ല. കാരണം അന്നെങ്കിൽ കുറച്ചെങ്കിലും ഞാൻ പഠിച്ചല്ലോ, ഞാൻ കൺസിസ്റ്റൻ്റ് ആയിട്ട് നിന്നല്ലോ എന്ന് വരും. അപ്പോൾ എനിക്ക് നാളെ ഓഗസ്റ്റ് ക്ലാസ് നോട്ട്സിൻ്റെ എക്സാമാണ്. സോ അപ്പം ഞാൻ ആ നോട്ട്സ് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഇരുന്നത് കേട്ടോ. അപ്പോൾ എനിക്ക് ഈ ഇയേഴ്സൊക്കെ പഠിക്കാൻ പാടായിട്ട് ഇപ്പം ഞാൻ കണ്ടുപിടിച്ചൊരു ടെക്നിക്കാണ് ഇങ്ങനെ ഒരു ബുക്ക് എടുത്ത് ചുമ്മാ ഇങ്ങനെ പഠിക്കുന്നതിൻ്റെ കൂടെ തന്നെ എഴുതി പോകാമെന്നുള്ളത്. സോ അങ്ങനെ ഞാൻ എഴുതാനും കൂടെ കൂടുതൽ അതിൻ്റെ കൂടെ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. പഠിക്കുന്നതിൻ്റെ കൂടെ നല്ല പോലെ അത് എഴുതുന്നുണ്ടായിരുന്നു. കോൺസ്റ്റിറ്റ്യൂഷനും എക്കണോമിക്സും പിന്നെ നമ്മുടെ ഹിസ്റ്ററിയിൽ മറ്റേ INC സമ്മേളനങ്ങളൊക്കെ ഇല്ലേ, അതൊക്കെയാണ് പഠിക്കാനുണ്ടായിരുന്നത്. പിന്നെ ജോഗ്രഫി ക്ലാസ് നോട്ട്സ് 2 ഉണ്ടായിരുന്നു. അത് ഞാൻ പിന്നീടാണ് കേട്ടോ പഠിച്ചത്. അപ്പോൾ രാവിലെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ മറ്റേ ഭരണഘടന നിർമ്മാണ സമിതി, എക്കണോമിക്സിൽ കുറച്ച് 5 ഇയർ പ്ലാൻസ്, കുറച്ചല്ല ഒരു 5 ഇയർ പ്ലാൻ, പിന്നെ പ്ലാനിങ് കമ്മീഷൻ, അങ്ങനെ കുറച്ച് ഫസ്റ്റ് ടോപ്പിക്സ് ഒക്കെ ഇല്ലേ അതൊക്കെ പഠിച്ചു. പിന്നെ നമ്മുടെ ഹിസ്റ്ററിയിലെ കുറച്ച് INC സമ്മേളനങ്ങളും അത്രയാണ് രാവിലെ പഠിച്ചത്. പിന്നെ അത്രയും പഠിച്ചു കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ടിരുന്നു. ബ്രേക്ക്ഫാസ്റ്റിന് നല്ല അപ്പവും അപ്പം അല്ലായിരുന്നല്ലോ, ദോശയായിരുന്നു കഴിച്ചു. നിങ്ങൾക്കും തന്നിട്ടുണ്ട്, ഞാൻ നിങ്ങളും കഴിച്ചു. അപ്പോൾ ഉള്ളിക്കറിയായിരുന്നു, വലിയ താല്പര്യമുള്ള സാധനമല്ല, എന്നാലും പിന്നെ കഴിച്ചു എന്നേ ഉള്ളൂ. അങ്ങനെ അത് കഴിച്ചിട്ട് പിന്നെ അടുത്ത് പഠിക്കാൻ വേണ്ടിയിട്ട് അത് കഴിച്ചിട്ടാണ് കേട്ടോ ഇരുന്നത്. അങ്ങനെ കഴിച്ചിട്ട് തീരുന്നില്ല. മടിച്ചാണ് കഴിച്ചത്. അതുകൊണ്ട് കുറച്ച് കഷ്ടപ്പാടായിരുന്നു. അങ്ങനെ അത് കഴിച്ചിട്ട് പിന്നെ ഇപ്പം എന്ത് കഴിച്ച് കഴിഞ്ഞാലും കുറച്ച് മധുരം കഴിക്കാൻ ഇഷ്ടമായതുകൊണ്ട് ഒരു ഇത് കഴിച്ചു. നമ്മൾ ഇതിൻ്റെ പേരെന്തുവാ, പക്ഷേ എന്തായിരുന്നു അതിൻ്റെ പേര്, മൈസൂർ പാക്കം കഴിച്ചിട്ട് പിന്നെ വീണ്ടും പഠിക്കാൻ വേണ്ടിയിട്ടിരുന്നു. പിന്നെ വീണ്ടും തകർത്തിട്ട് നേരത്തെ പഠിച്ചതിൻ്റെ തന്നെ കുറച്ച് ബാക്കി കൂടെ ഉണ്ടായിരുന്നു, അത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടിരുന്നു. അപ്പം ഞാനിന്ന് ഈ ഓഗസ്റ്റിലെ നോട്ട്സിൻ്റെ എക്സാം ആയതുകൊണ്ട് അതിന് വേണ്ടി 3 അവേഴ്സാണ് വെച്ചേക്കുന്നത്. അപ്പോൾ അത് പഠിക്കാൻ വേണ്ടി ബാക്കി അവേഴ്സ് ഉണ്ടായിരുന്നത് കൊണ്ട് അത് പഠിക്കാൻ വേണ്ടിയിട്ടിരുന്നു കേട്ടോ. അത് ഇച്ചിരി അത്യാവശ്യം തന്നെ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞ പോലെ എനിക്ക് ഇയേഴ്സൊക്കെ പഠിക്കാൻ പാടായതുകൊണ്ട് തന്നെ പഠിക്കാൻ കുറച്ച് ടൈം എടുക്കും. ഇതെന്നല്ല, എന്ത് കാര്യവും എനിക്ക് ചിലപ്പോൾ നിങ്ങൾ 2 മണിക്കൂർ പഠിക്കുന്ന കാര്യം എനിക്ക് ചിലപ്പോൾ 1 മണിക്കൂർ 4 മണിക്കൂറൊക്കെ ആയിരിക്കും. അങ്ങനെ കഷ്ടപ്പെട്ട് പിന്നെ അത് കഴിഞ്ഞ് ഒടുക്കത്തെ പഠിത്തമായിരുന്നു ഗൈസ്. അങ്ങനെ ഒരു 3 മണിക്കൂർ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ 3 മണിക്കൂർ എനിക്ക് പകൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല, എന്നാലും ഞാൻ 3 മണിക്കൂർ കംപ്ലീറ്റ് ചെയ്തു. അങ്ങനെ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ എഴുതിയാണ് പഠിച്ചത്. അതിനിടയ്ക്ക് വിശന്നപ്പോഴത്തേക്കും ഒരു 12 മണിയൊക്കെ ആയപ്പോഴത്തേക്കും ഇപ്പി ഉണ്ടാക്കി ഗൈസ്. എൻ്റെ സ്പെഷ്യൽ ഇപ്പിയാണ്, ഉള്ളിയും തക്കാളിയൊക്കെ ഇട്ട് നല്ല അടിപൊളി മസാല ഇട്ട് ഇപ്പി. പിന്നെ അത് കഴിഞ്ഞ് അത് പഠിച്ച് മടിയായതുകൊണ്ട് നമ്മുടെ കുറച്ച് കറണ്ട് അഫെയർസ് നോക്കാമെന്ന് വിചാരിച്ചു. ഇനിയിപ്പോൾ കുറേ എക്സാംസ് വരുന്നതുകൊണ്ട് എന്തായാലും നമ്മൾ 2024 കറണ്ട് അഫെയർസ് നോക്കണം. സോ ഞാൻ കരുതി 2024 കറണ്ട് അഫെയർസ് നോക്കാമെന്ന്. ഞാൻ അതിന് വേണ്ടി എടുത്തത് കഴിഞ്ഞ കൊല്ലം നമ്മുടെ തൊഴിൽവീഥിയുടെ കൂടെ തന്നെ ഫ്രീ ഉണ്ടായിരുന്നു കേട്ടോ, ഒരു ഇയർ ഫുൾ കറണ്ട് അഫെയർസിൻ്റെ ഒരു ബുക്ക്ലെറ്റ്, 2 ബുക്ക്ലെറ്റായിട്ട് ജാനുവരി ടു ജൂണും പിന്നെ ജൂലൈ ടു ഡിസംബറിൻ്റെയും ആ ഒരു കറണ്ട് അഫെയർസ് ബുക്ക്ലെറ്റ്സ് ഉണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ നല്ല തുമ്മലും ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ കുറച്ച് ചൂടുവെള്ളമൊക്കെ കുടിച്ചിട്ടാണ് ഇരുന്നത്. മഴ ആയതുകൊണ്ട് ഈ മഴ സമയം എന്ന് പറഞ്ഞാൽ എൻ്റെ സമയമാണ്, അതുകൊണ്ട് തുമ്മലായിരുന്നു. പിന്നെ അതിനിടയ്ക്ക് എനിക്കിങ്ങനെ പഠിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുക ഇഷ്ടമായതുകൊണ്ട് തന്നെ മഞ്ച് അങ്ങനെ ഇങ്ങനെ സാധനങ്ങളൊക്കെ കഴിച്ചു. അത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ ഭയങ്കര തീറ്റിപ്പണ്ട്, അങ്ങനെയല്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് സ്പെഷ്യൽ ടോപ്പിക്ക് പഠിക്കാൻ വേണ്ടിയിട്ടിരുന്നു. ഇനിയിപ്പം നമ്മുടെ മറ്റേ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറും
നമ്മുടെ വിമൻ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസറൊക്കെ വരുന്നുണ്ടല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അത് രണ്ടിലും കോമൺ ആയിട്ട് വരുന്നത് ഇൻഫർമേഷൻ ടെക്നോളജി ആയിട്ടാണ് പഠിക്കാൻ വേണ്ടിയിട്ടിരുന്നത്. പഠിക്കാൻ ഇരുന്നപ്പോഴാണ് മനസ്സിലായി, ദൈവമേ വിചാരിക്കും പോലെയൊന്നുമല്ല. കാരണം ഓരോ സെക്ഷനും പഠിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ അത്ര ഈസി അല്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ ഞാൻ ഇപ്പോൾ ഇരുന്ന് പഠിക്കും. പിന്നെ എക്സാം ഹാളിൽ ചെന്നിരിക്കുമ്പോൾ എനിക്കിത് നോർമലല്ല. സെക്ഷൻസൊക്കെ ഭയങ്കര ടഫാണ്. അങ്ങനെ ഒരുവിധം കഷ്ടപ്പെട്ട് കുറച്ച് പഠിച്ചോളൂ. കാരണം ഒന്നിച്ച് പഠിച്ചു കഴിഞ്ഞാൽ എല്ലാം കൂടെ എൻ്റെ തലയിൽ നിൽക്കില്ല. അതുകൊണ്ട് അതിൻ്റെ ഒരു ചെറിയൊരു ഭാഗം മാത്രം, ഒരു പകുതിയൊക്കെ പഠിച്ചു വെച്ചു. ഇപ്പോൾ ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് എന്ന് പറഞ്ഞാൽ കുറച്ചേ ഉള്ളൂ. എന്നാലും എൻ്റെ ഒരു സമയത്ത് ഞാൻ കുറച്ചേ പഠിച്ചുള്ളൂ. കാരണം എന്നെ മറന്നു പോകണ്ട എല്ലാം കൂടി പഠിച്ചിട്ടേ. എൻ്റെ ഒരു ഇത് വെച്ചിട്ട് പഠിക്കുമ്പോൾ നമ്മൾ നന്നായിട്ട് പഠിക്കുക എന്നുള്ളൊരിതാണ്. കാരണം പിന്നീട് എനിക്ക് എടുത്തു വെച്ച് നോക്കുമ്പോൾ അയ്യോ ഇതൊന്നും ഓർമ്മയില്ലേ എന്ന് തോന്നരുത് എന്നൊരിത് എനിക്കുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ വൈകിട്ടാണ് കേട്ടോ പഠിക്കാൻ വേണ്ടി എടുത്ത്. ഇടയ്ക്ക് കുറച്ച് നേരം ലഞ്ചൊക്കെ കഴിഞ്ഞ് ചുമ്മാ ഇരുന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ വൈകിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് എടുത്തു. വൈകിട്ട് രാവിലെ ഞാൻ പറഞ്ഞില്ലേ ഓഗസ്റ്റ് നോട്ട്സിൻ്റെ എക്സാം ഉണ്ടെന്ന്, അങ്ങനെ അത് നോക്കി. അതിൻ്റെ ബാക്കിയാണ് ഞാൻ നോക്കിയത്. അതിലൊരു 1 അവർ കൂടെ പഠിക്കാനായിരുന്നു. അതുപോലെ കുറച്ചധികം അതിൽ പഠിക്കാനും ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ അത് 3 മണിക്കൂർ കൊണ്ടൊന്നും ഞാൻ പഠിച്ച് തീർന്നില്ല. എന്നാലും ബാക്കി ടൈം കൊണ്ട് ഞാൻ അത് കംപ്ലീറ്റ് ചെയ്തു. പിന്നെ അതിൽ കുറച്ച് മാത്സിൻ്റെ പോർഷൻസ് ഉണ്ടായിരുന്നത് ഞാൻ പിറ്റേ ദിവസം, അതായത് മോർണിംഗ് എക്സാമിൻ്റെ രാവിലെ മോർണിംഗാണ് നോക്കിയത്. ഞാൻ എപ്പോഴും മാത്സ് അങ്ങനെയാണ്, എക്സാമിൻ്റെ നിയറസ്റ്റ് ടു എക്സാമേ നോക്കത്തുള്ളൂ. ബിക്കോസ് എനിക്ക് മാത്സ് ഈസിയാണ്. അപ്പോൾ ജസ്റ്റ് ആ ഒരു സംഭവം ഒന്ന് ഇതാക്കി എടുത്താൽ മാത്രം മതി എനിക്ക്. അതുകൊണ്ട് മാത്സ് നോക്കിയത് അപ്പോഴാണ്. അങ്ങനെ പിന്നെ രാത്രി ഇരുന്ന് ഒടുക്കത്തെ പഠനമായിരുന്നു ഗൈസ്. പിന്നെ അങ്ങനെ തകർത്തിട്ട് പഠിച്ച ശേഷം ഒരു 10-11 മണിയൊക്കെ ആയപ്പോൾ കിടന്നു. അപ്പോൾ ഒരു 7 hours ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും അത്രയെങ്കിലും പഠിക്കാൻ പറ്റി. അപ്പോൾ നാളത്തെ എക്സാമിൻ്റെയൊക്കെ കവർ ചെയ്തു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഇതൊരു കുഞ്ഞ് സ്റ്റഡി വ്ളോഗായിരുന്നു. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ എന്നെപ്പോലെ നിങ്ങൾക്ക് നന്നാവാൻ താല്പര്യമുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എൻ്റെ കൂടെ കൂടിക്കോളൂ ഗൈസ്. അപ്പോൾ എല്ലാവർക്കും ശുഭദിനം.